സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഫാദർ ആർമണ്ട് മാധവത്തിനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തി. മാനന്തവാടി രൂപത നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവകയ്ക്ക് ഇത് അഭിമാന നിമിഷമായിരുന്നു. മാധവത്തച്ഛന്റെ മാതൃ ഇടവകയാണ് നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവക. പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ദേവദാസ പദവി പ്രഖ്യാപനങ്ങൾക്ക് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം എത്രയും വേഗം പ്രാവർത്തികമാക്കാനും ഫലവത്തായ നടപടികളെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു. ദളിത് ആദിവാസി ക്രൈസ്തവരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നിയന്ത്രിക്കണമെന്നും CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയും കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നൽകാനുള്ള ഫണ്ടിൽ നിന്നും വകമാറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാറുകൾ വാങ്ങിയെന്ന CAG റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ആവശ്യപ്പെട്ടു. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിനെതിരെയുള്ള സർക്കാരിന്റെ സമീപനമാണിതെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഫണ്ട് വകമാറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും എടുത്ത ഫണ്ട് തിരിച്ചടയ്ക്കാനും സർക്കാർ നടപടിയെടുക്കണമെന്നും ഇതിന്റെ ഒത്താശ ചെയ്തവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. മക്കളെ വിദേശത്തേക്ക് വിടാതെ നാട്ടിൽ തന്നെ സംരംഭകരാക്കണമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ചെമ്പേരി ഫൊറോനയിൽ ഉൾപ്പെടുന്ന വിവിധ ഇടവകകളിലെ കുടുംബ കൂട്ടായ്മ യൂണിറ്റ് ഭാരവാഹികളുടെ സംഗമം പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണം ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ അവകാശമായ ജീവൻ, അതിൽ ഏറ്റവും പ്രധാനമായ മനുഷ്യജീവനെ തൊടാനോ ഹനിക്കാനോ ആർക്കും അവകാശമില്ലെന്ന് മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു. പാലായിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. KCBC പ്രൊലൈഫ് സംസ്ഥാന സമിതി നയിക്കുന്ന ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് വെളിച്ചിയാനി സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ സ്വീകരണം നൽകി. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്ന ആദ്യ നിമിഷം തന്നെ ഒരു മനുഷ്യ ശിശു രൂപപ്പെടുന്നതാണെന്നും ആ ജീവനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും മാർ ജോസ് പുളിക്കൽ ഓർമ്മിപ്പിച്ചു. KCBC പ്രൊലൈഫ് സമിതിയുടെ കേരള യാത്രയ്ക്ക് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ സ്വീകരണം നൽകി. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശവുമായി ജൂലൈ 2-ന് ആരംഭിച്ച ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ നൽകിയ സ്വീകരണം ഫാമിലി അപ്പസ്തോലേറ്റ് രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛന്റെ അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം. വിധേയത്തിൽ അച്ഛന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ അച്ഛന്റെ 159ാമത് ജന്മദിനവും 60ാം ചരമവാർഷികവുമാണ് ആചരിക്കുന്നത്. ജൂലൈ 14 മുതൽ 22 വരെ വൈകിട്ട് 5:30-ന് ദിവ്യബലി, സന്ദേശം, നേർച്ച ഭക്ഷണം എന്നിവ നടക്കും. പ്രധാന അനുസ്മരണ ദിനമായ 23-ന് വൈകിട്ട് 5:30-നുള്ള ആഘോഷമായ സമൂഹ ബലിയിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് ശ്രാദ്ധകൂട്ടുമുണ്ടാകും. പുനലൂർ രൂപതാംഗവും കൊട്ടാരക്കര സെന്റ് മൈക്കിൾസ് പള്ളി വികാരിയുമായ റവറന്റ് ഫാദർ ഇമ്മാനുവൽ പുളിന്താനം അന്തരിച്ചു. 65 വയസ്സായിരുന്നു. 1987 മെയ് 30-ന് പൗരോത്യം സ്വീകരിച്ച അദ്ദേഹം പുനലൂർ രൂപതയുടെ വിവിധ ഇടവകകളായ ആയൂർ, ഇളമ്പൽ, ആറ്റുവാശ്ശേരി, ചെറിയനാട്, കൊറ്റമേൽക്കടവ്, കുന്നിക്കോട്, അലിമുക്ക്, കടമ്പനാട്, കൊട്ടാരക്കര എന്നീ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. പുനലൂർ രൂപതയുടെ തോട്ടമേഖലയുടെ മേൽനോട്ട ചുമതലയും വഹിച്ചിട്ടുണ്ട്. ജൂലൈ 16-ന് നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പുനലൂർ രൂപതാ മെത്രാൻ ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ തർപ്പണ തിരുനാളിന് തുടക്കമായി. വീടുകളിലേക്കുള്ള അമ്പ്, ശൂലം, വള എന്നിവയുടെ സമർപ്പണവും തുടർന്ന് ആഘോഷമായ പാട്ട് കുർബാന, കൂട് തുറക്കൽ ശുശ്രൂഷ എന്നിവയോടെ തിരുനാളിന് തുടക്കം കുറിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാനാണ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ചങ്ങനാശ്ശേരി അതിരൂപത യുവദീപ്തി SMYM യുവജന ദിനാചരണം കൂരോപ്പട ഹോളി ക്രോസ് പള്ളിയിൽ ആചരിക്കുന്നു. അതിരൂപതയിലെ എല്ലാ യൂണിറ്റുകളിലും പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് കൂരോപ്പട ഹോളി ക്രോസ് പാരിഷ് ഹാളിൽ അതിരൂപത തല യുവജന ദിനാഘോഷം നടത്തും.
പ്രസിഡന്റ് ജോയൽ ജോൺ റോയിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും. പാലക്കാട് സെന്റ് സ്റ്റാനിസ്ലോസ് ദേവാലയത്തിൽ KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മൂർ അനുസ്മരണവും യുവജന ദിനാചരണവും സംഘടിപ്പിക്കുന്നു. ഇതോടെ ഈ യുവജന വർഷത്തിൽ പാലക്കാട് രൂപതയിലെ കത്തോലിക്ക യുവത്വത്തിന്റെ ആഘോഷത്തിന് തിരശ്ശീല ഉയരുകയാണെന്ന് KCYM സംസ്ഥാന സമിതി പറഞ്ഞു. മാനന്തവാടി KCBC 2024 യുവജന വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുകളുമുള്ള ക്രൈസ്തവ യുവത്വം എന്ന സന്ദേശത്തെ മുൻനിർത്തി KCYM മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയ്ക്ക് കീഴിലുള്ള 24 അഗതി മന്ദിരങ്ങളിലേക്കുള്ള കമ്പിളി പുതുപ്പുകൾ നൽകുന്നതിന്റെ ഉദ്ഘാടനം KCYM കൊമ്മയാട് യൂണിറ്റിൽ സംഘടിപ്പിച്ച രൂപതാതല യുവജന ദിനാഘോഷത്തിൽ നടന്നു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിന്റെ 71ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന തീർത്ഥാടന പദയാത്ര ജൂലൈ 14-ന് പട്ടത്ത് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ഖബറിടത്തിൽ എത്തിച്ചേരും. മാവേലിക്കര മാർ ഇവാനിയോസ് ജന്മഗൃഹമായ പുതിയകാവിൽ നിന്നും ആരംഭിച്ച പദയാത്ര ആറ്റിങ്ങലിൽ എത്തിച്ചേർന്നു. ഖബറിടത്തിൽ എത്തിയതിനു ശേഷം ആയിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന മെഴുകുതിരി നേർച്ച പ്രദക്ഷിണവും ഉണ്ടാകും. ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 3ാം ഓർമ്മ പെരുന്നാൾ ജൂലൈ 14-ന് ഭക്തിയാദരപൂർവ്വം ആചരിക്കുന്നു. പ്രഭാത നമസ്കാരത്തോടെ ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന, അനുസ്മരണ പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷമുള്ള നേർച്ച വിളമ്പോടെ പെരുന്നാൾ സമാപിക്കും. ഊരകം സെന്റ് ജോസഫ് പള്ളിയിൽ പുതിയതായി പണിതീർത്ത ഇടവക കാര്യാലയത്തിന്റെയും വൈദിക മന്ദിരത്തിന്റെയും ആശീർവാദം ദിവ്യബലിക്കും തുടർന്ന് നടക്കുന്ന ആശീർവാദ കർമ്മങ്ങൾക്കും ഇരിങ്ങാലിക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ആൻഡ്രൂസ് മാളിയേക്കൽ നേതൃത്വം നൽകും. ദൈവദാസൻ തിയോഫിൻ അച്ഛന്റെ 111ാമത് ജന്മദിനാഘോഷം 2024 ജൂലൈ 20-ന് പൊന്നുരുന്നി കപ്പൂച്ചിൻ ആശ്രമത്തിൽ ആചരിക്കുന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ജൂലൈ 20-ന് വൈകിട്ട് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റവറൻ ഫാദർ അരുൺ രാജ് ആന്റണി വചന പ്രഘോഷണം നടത്തും. തുടർന്ന് സമാധിയിൽ നാമകരണ പ്രാർത്ഥനയും സന്ദേശവും നൽകും. കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ച് പുതിയതായി ആരംഭിക്കുന്ന 2ാമത്തെ സോണായ മണ്ണന്തല സോണിന്റെ ഉദ്ഘാടനം മണ്ണന്തല JMM സ്റ്റഡി സെന്ററിൽ സോൾ വിന്നിങ്സ് സഭാ ബിഷപ്പ് ഓസ്റ്റിൻ M. പോൾ നിർവഹിച്ചു. മാർത്തോമ തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷിബു ഒപ്ലാവിള അധ്യക്ഷത വഹിച്ചു. കേരള കൗൺസിൽ ഓഫ് ചർച്ച് മണ്ണന്തല സോണിന്റെ പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. കട്ടപ്പന സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ നിർമ്മിച്ച പുതിയ പള്ളിമുറിയുടെ വെഞ്ചരിപ്പ് ജൂലൈ 14-ന് നടക്കും. കോട്ടയം KCC കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അതിരൂപതാതല മാർഗംകളി മത്സരം ജൂലൈ 20-ന് KCC മടമ്പം ഫൊറോനയുടെ ആതിഥേയത്വത്തിൽ പയ്യാവൂർ വലിയ പള്ളിയിൽ നടക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകും. ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് KCC കൾച്ചറൽ സൊസൈറ്റി അറിയിച്ചു. കേരള സഭ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.